സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 7-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ഡോക്ടർ രാജേന്ദ്രൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, കേരള. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇതിഹാസ പുരാണങ്ങളിലെല്ലാം തന്നെ ധാർമ്മികതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരക്കാരെയാണ് നാം മാതൃകകളാക്കേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. രാമായണത്തിലെ ഒരു ഉത്കൃഷ്ട കഥാപാത്രമാണ് സീതാദേവി. തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മനോധൈര്യം കൈവിടാതെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത സീതാദേവി സ്ത്രീ സമൂഹത്തിനു തന്നെ ഒരു ഉത്തമ മാതൃകയാണ്. അയോധ്യയിലെ കിരീടാവകാശിയായ ശ്രീരാമനെ സ്വയംവരം ചെയ്ത ഭാഗ്യവതിയായ രാജകുമാരിയായിരുന്നു ഈ ജനകപുത്രി. പക്ഷേ കാലം അവരെ കൊണ്ടുചെന്നെത്തിച്ചത് രാക്ഷസരാജാവും സ്ത്രീലമ്പടനുമായ രാവണൻ്റെ തടങ്കലിലേക്കായിരുന്നു. ആലംബഹീനയായി തടവിൽ കഴിയുമ്പോഴും രാവണൻ്റെ പ്രലോഭനങ്ങളെ അവർ ധൈര്യസമേതം അതിജീവിക്കുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം രാവണൻ ഒരു പുൽക്കൊടിക്ക് സമമാണെന്നും സിംഹികയെ കൊതിക്കുന്ന കുറുനരിയാണ് രാവണനെന്നും പറയാൻ സീത മടിക്കുന്നില്ല. സമ്മതമില്ലാതെ തന്നെ സ്പർശിച്ച രാവണൻ്റെ കുലം ഇതോടെ മുടിയുമെന്നും സീത മുന്നറിയിപ്പ് നൽകുന്നു. സീതയുടെ മനോബലവും രാമനിലുള്ള അചഞ്ചല വിശ്വാസവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. തൻ്റെ പ്രിയതമനോടുള്ള സ്നേഹമോ വിധേയത്വമോ ഒന്നും സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് സീതയെ തടയുന്നില്ല. രാമൻ വനവാസത്തിന് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ താനും ഭർത്താവിനെ അനുഗമിക്കും എന്നായിരുന്നു സീതയുടെ ഉറച്ച തീരുമാനം. അവിടെ കൊട്ടാരത്തിലെ സുഖലോലുപത സീതയെ മോഹിപ്പിക്കുന്നില്ല. വനവാസത്തിലുണ്ടായേക്കാവുന്ന കഷ്ടതകൾ സീതയെ പിന്തിരിപ്പിക്കുന്നുമില്ല. ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രമല്ല, ക്ഷമ, സ്നേഹം, ജ്ഞാനം, വിവേകം, ബുദ്ധിവൈഭവം, ധൈര്യം, ഉറച്ച ധർമ്മനിഷ്ഠ എന്നിങ്ങനെയുള്ള ഉത്തമ ഗുണങ്ങളുടെ പേരിലും കൂടിയാണ് രാമായണത്തിലെ സീത പ്രശംസിക്കപ്പെടുന്നത്. ലങ്കയിലെത്തിയ ഹനുമാൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊണ്ട് ഈ നിമിഷം വേണമെങ്കിൽ സീതയെ ലങ്കയിൽ നിന്ന് മോചിപ്പിച്ച് രാമസന്നിധിയിൽ എത്തിക്കാമെന്ന് നിർദ്ദേശിക്കുമ്പോൾ സ്നേഹപൂർവം അത് നിരസിക്കുകയാണ് സീത ചെയ്യുന്നത്. ബന്ധനത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തിലായിട്ടുകൂടി സീത അതിന് വഴങ്ങാതിരുന്നത് രാമൻ്റെ യശസ്സിന് കളങ്കം തട്ടാതിരിക്കാനായിരുന്നു. ഹനുമാൻ സീതയെ രക്ഷപ്പെടുത്തിയാൽ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവനായിട്ടേ അയോധ്യയിലെ പ്രജകൾ രാമനെ കാണൂ എന്ന ഉറച്ച ബോധ്യം മൈഥിലിക്കുണ്ടായിരുന്നു. രാമായണത്തിലെ ദുഃഖപുത്രിയും കൂടിയാണ് സീത. ഇത്രയധികം കഴിവുകളുണ്ടായിട്ടുകൂടി ദുഃഖവും അഭിമാനക്ഷതവുമാണ് ജീവിതത്തിലുടനീളം ആ നാരീരത്നത്തിന് അനുഭവിക്കേണ്ടി വരുന്നത്. സീതയുടെ ചാരിത്രത്തെപ്പോലും അയോധ്യയിലെ ജനങ്ങൾ സംശയിച്ചു. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ വിധി തീരുമാനിക്കുന്നത് എന്നാണല്ലോ അഭിജ്ഞമതം. എവിടെയാണ് സീതയ്ക്ക് പിഴവ് പറ്റിയത്? രാമൻ്റെ അമ്പേറ്റ് മരണാസന്നനായ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ സീതയെയും ലക്ഷ്മണനെയും വിളിച്ച് കരഞ്ഞപ്പോൾ അത് തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം തന്നെയെന്ന് സീത ഉറപ്പിച്ചു. പക്ഷേ അത് ജ്യേഷ്ഠൻ്റെ ശബ്ദമല്ലെന്നുറപ്പുള്ളതിനാൽ ലക്ഷ്മണൻ അങ്ങോട്ട് പോകാൻ മടിച്ചു. കാരണം സീതയെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ജ്യേഷ്ഠൻ പോയത്. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ രക്ഷിക്കാൻ പോകുന്നില്ലെന്ന് കണ്ട സീത ക്രോധത്തിൻ്റെ മൂർത്തീഭാവമായി മാറി. ജ്യേഷ്ഠത്തിയെ സ്വന്തം അമ്മയായി മാത്രം കണ്ട ലക്ഷ്മണൻ്റെ ഹൃദയം പിളർക്കുന്ന വാക്കുകളായിരുന്നു അപ്പോൾ സീതയുടെ വായിൽ നിന്ന് പുറത്തു വന്നത്. ജ്യേഷ്ഠത്തിയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് സഹിക്കാതെ ചെവി പൊത്തിക്കൊണ്ട് ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് ഓടുന്നിടത്തുനിന്ന് സീതയുടെ ദുരന്തം ആരംഭിക്കുന്നു. ക്രോധം വ്യക്തിയുടെ ബുദ്ധിയെ ബാധിച്ച്
ഭ്രമത സൃഷ്ടിക്കുന്നു. ഈ ഘട്ടത്തിൽ വ്യക്തിയുടെ ഓർമ്മ നശിക്കുന്നു. ഓർമ്മ നശിക്കുമ്പോൾ സ്വാഭാവികമായും താൻ നിലനിർത്തി വന്ന സംസ്കാരം നശിക്കുന്നു. അതോടെ വിവേകം നശിച്ച് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തുന്നു. ഈ അവസ്ഥയിൽ വ്യക്തി മൃഗത്തെക്കാളും നിന്ദ്യമായ രീതിയിൽ പെരുമാറുന്നു. അത് ആ വ്യക്തിയുടെ നാശത്തിനു തന്നെ കാരണമാവുന്നു. ഈ അവസ്ഥയിലേക്കാണ് കോപം സീതയെ കൊണ്ടുചെന്നെത്തിച്ചത്. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം. ലക്ഷ്മണോപദേശത്തിലെ ഈ വരികൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക. എല്ലാവർക്കും സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.